സോ ആസ് എക്സ്പെക്റ്റഡ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് റിറ്റാലിയേഷൻ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇവരുടെ കൺട്രോളിലുള്ള ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ക് പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കപ്പലുകളൊക്കെ വരുന്ന ഒരു റൂട്ടാണിത്. അപ്പോൾ ആ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ പാർലമെൻറ്റിൽ അവരൊരു ഫസ്റ്റ് നീക്കം നടത്തിയിട്ടുണ്ട്. ഇത് ഫൈനലൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചെയ്താൽ ഇറാൻ തന്നെയാണ് പണി കിട്ടുക. അതിൻ്റെ കാരണം ചൈനയായിട്ടൊരു ബന്ധമുണ്ട് ഇതിന്. അപ്പോൾ എന്താണ് ആ ബന്ധം, ചൈന ഇതിലെങ്ങനെയാണ് വരുന്നത്, അതേപോലെ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും പണിയുണ്ടോ, മൊത്തം ഈ ഓയിൽ ട്രേഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ കാണാം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറേബ്യൻ സീനെയും ഈ ഗൾഫിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൗദി, കുവൈറ്റ്, UAE, ഖത്തർ, അതിൻ്റെയൊക്കെ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഓയിൽ ആക്ച്വലി ഈ വഴിയാണ് അവർ കൊണ്ടുവരുന്നത്. വേൾഡിൻ്റെ ഗ്ലോബലി 20% ഓയിൽ ഈ വഴിയാണ് വരുന്നത്, മൊത്തം വേൾഡിൻ്റെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്താൽ ഇവർക്ക് ഈ ഗൾഫിന് മൊത്തം പണി കിട്ടും. റീറൂട്ട് ചെയ്യണമെങ്കിൽ റെഡ് സീ വഴി വരണം, അത് വളഞ്ഞൊരു വഴിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ബാരലിന് വില കൂടും, ഓയിലിന് വില കൂടും. ഓയിലിന് വില കൂടി എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ കൂടും, കൺട്രികളുടെ ഗ്രോത്തിനെ തന്നെ അത് ബാധിക്കും. ഗ്ലോബൽ സപ്ലൈ ചെയിൻ തന്നെ ബ്ലോക്ക് ആവും. അവർക്ക് സപ്ലൈ ചെയിൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ മാത്രമല്ല എല്ലാ കപ്പലും ഇത് കൂടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ബാധിക്കും മൊത്തത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുക ആയിരുന്നെയാണ്, ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? അതാണ് ചൈന. ഇവരുടെ മെയിൻ കൂട്ടുകാരനായിട്ടുള്ള ചൈന 47% ഓയിൽ അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ റൂട്ടിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടുകാരനെ തന്നെ അങ്ങനെ ചെയ്യും. നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ 40% ഗൾഫിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഈ ഓയിൽ. പക്ഷേ ജൂൺ ഡാറ്റ, 2025 ജൂൺ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് ഈ ഗൾഫിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. കുറച്ച് ബാധിക്കും, എന്തായാലും ബാധിക്കും, പക്ഷെ എന്നാലും അത്ര ബാധിക്കില്ല. നമുക്കൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചത് കൊണ്ട്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അടയ്ക്കില്ല എന്നുള്ള കോൺഫിഡൻറ്റിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ അതൊക്കെ ചൈനക്കാർ നോക്കിക്കോളും, അവരും ഫ്രണ്ടാണ്, അവർ നോക്കിക്കോളും എന്നാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ തന്നെ പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഇത് അടയ്ക്കില്ല എന്നറിയാം. ഇനി അവർ സെലക്റ്റീവായിട്ട് ഈ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകളിലെ മാത്രം അറ്റാക്ക് ചെയ്യുമോ എന്ന് മാത്രമേ നോക്കണ്ടൂ. കാരണം ഈ ഇവിടുന്ന് ഓയിൽ പോകുന്നത് അമേരിക്കയും യൂറോപ്പിലേക്കൊക്കെ ഒരു 20% താഴെ ഉള്ളൂ. അപ്പോൾ അവർക്ക് വലിയ അടി വരാനില്ല. അതുകൊണ്ട് തന്നെ അവർ സേഫാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇത്രയും അറ്റാക്കൊക്കെ സിമ്പിളായിട്ട് ആ കോൺഫിഡൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്.